ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ആഗോള സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റ് അപകടത്തിൽ പരിക്കേറ്റവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈറ്റ് ഭരണകൂടവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകും. ഇന്ന് വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനം. മുതിർന്ന പൌരന്മാരുടെ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ആർ ബിന്ദു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ അവസാന ഗ്രൂപ്പ് തല മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു രാവിലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഭാവി തലമുറയുടെ ഉന്നമനത്തിനായും ആഗോള സമൂഹത്തിന്റെ ക്ഷേമത്തിനായും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ലോക നേതാക്കളുമായി നടത്തിയ ചർച്ചകളിൽ ധാരണയായതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫ്രാൻസ്, UK, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നതിനായി കുവൈറ്റ് അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പരിക്കേറ്റവരെ സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ട നടപടികൾ ഉറപ്പുവരുത്തുമെന്നും അതിനായി കുവൈറ്റ് ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 176 ഇന്ത്യക്കാരിൽ 45 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇവരുടെ ഭൌതികദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചു. ഇതിൽ 23 പേർ മലയാളികളാണ്. 33 പേരാണ് ഇനി ചികിത്സയിൽ ഉള്ളതെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരണമടഞ്ഞ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ പയ്യാമ്പലത്ത് നടന്നു. മലപ്പുറം പുലാമന്തോൾ സ്വദേശി ബാഹുലേയന്റെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കരിച്ചു. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹിനെ ഇന്നലെ കോതപ്പറമ്പ് റാത്തീബ് ജുമാ മസ്ജിദ് ഖബറുസ്ഥാനിൽ ഖബറടക്കി. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായരുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. മൃതദേഹം സ്വവസതിയായ പന്തളം ഐരാണിക്കുഴി ശോഭാലയത്തിൽ എത്തിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അന്തിമോപചാരം അർപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വർഷം സെപ്റ്റംബർ 30 വരെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഫീസ് മുഴുവൻ തിരികെ നൽകണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അറിയിച്ചു. 2024-25 അക്കാദമിക് സെഷനിലെ പുതിയ ഫീസ് റീഫണ്ട് നയത്തിലാണ് UGC ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഫീസ് തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമുള്ള പരാതികൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ നയം ബാധകമാണ്. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് സമാപനം. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകും. സ്പീക്കർ AN ഷംസീറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഇന്നലെയാണ് മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മുതിർന്ന പൌരന്മാർ സമൂഹത്തിന്റെ വലിയ സമ്പത്താണെന്നും അവരുടെ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ആർ ബിന്ദു. മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിലെ മുതിർന്ന പൌരന്മാരുടെ പരിരക്ഷ, സാമൂഹ്യ പിന്തുണ സംവിധാനങ്ങൾ, ജീവിത ഭദ്രത എന്നിവ ഉറപ്പാക്കാൻ നമ്മൾ ഒരുമിച്ച് യത്നിക്കണം. അധിക്ഷേപവും അവഗണനയും മുതിർന്നവർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ അവകാശ സംരക്ഷണം, സുരക്ഷ, നിയമപരിരക്ഷ, ആനുകൂല്യ പദ്ധതികൾ, സർക്കാർ സേവനങ്ങൾ എന്നിവയെപ്പറ്റി സമൂഹത്തിന് അവബോധമുണ്ടാക്കുകയാണ് എത്രയും പ്രധാനമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു. പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്ന നിയമം നടപ്പിലാക്കില്ല എന്ന നിലപാടിനെതിരെ ഈ മാസം 1 മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ്. നിയമപരമായ വിശ്രമം അനുവദിച്ച് റെയിൽവേയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് റെയിൽവേ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കെയറയിൽ കേരളത്തിന് ആവശ്യമില്ല എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒരു പ്രളയത്തിന്റെ അനുഭവം മുന്നിലുണ്ടാകണം. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ്.
ഇനിയും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ വരുത്താതെയിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തൃശൂർ കൈപ്പറമ്പ്, എരുമപ്പെട്ടി, കുന്നംകുളം മേഖലകളിൽ നേരിയ ഭൂചലനം. രാവിലെ 8:15ഓടെയാണ് പ്രദേശത്ത് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭൂചലനം സെക്കൻഡുകളോളം നീണ്ടുനിന്നു. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ കുളമാവ് ജലാശയത്തിൽ നാവികസേനയുടെ പുതിയ പരീക്ഷണ കപ്പൽ പ്രവർത്തനം തുടങ്ങി. രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനം, അതായത് വെള്ളത്തിനടിയിലെ വസ്തുക്കളുടെ ശബ്ദതരംഗങ്ങൾ വിശകലനം ചെയ്യാനുള്ള വിവരശേഖരണമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയിലെ പുതിയ സോണാർ സംവിധാനത്തിന്റെ ഗവേഷണങ്ങൾക്കായാണ് കപ്പലിന്റെ നിർമ്മാണം. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിർമ്മിച്ച പരീക്ഷണ കപ്പലിന്റെ ഭാഗങ്ങൾ കുളമാവിലെത്തിച്ച് സംയോജിപ്പിക്കുകയായിരുന്നു. 60 മീറ്റർ നീളവും 22 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും അന്തർവാഹിനി പോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന മറ്റൊന്നുമാണ് പരീക്ഷണ കപ്പലിലെ പ്രധാന സജ്ജീകരണങ്ങൾ. 100 മീറ്റർ ആഴത്തിൽ വരെ താഴ്ന്നു കിടക്കാൻ ഈ അന്തർവാഹിനി പ്ലാറ്റ്ഫോമിന് കഴിയും. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കും. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകരാണ് അറഫയിൽ സംഗമിക്കുന്നത്. ഇന്നലെ മിനായിൽ തങ്ങിയ തീർത്ഥാടകർ ഇന്ന് നമീറ പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം അറഫയിലേക്ക് തിരിക്കും. പ്രവാചകനും അനുയായികളും ഹജ്ജ് വേളയിൽ ഒത്തുചേർന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് അറഫ സംഗമം. അറഫ സംഗമത്തിന് ശേഷം ഇന്ന് വൈകിട്ട് വിശ്വാസികൾ മുസ്ദലിഫയിലേക്ക് നീങ്ങും. തുടർന്ന് പിശാചിന്റെ സ്തൂപത്തിൽ കല്ലെറിയും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന അവസാന ഗ്രൂപ്പ് തല മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടും. ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. ഇന്നലെ നടക്കേണ്ട USA അയർലൻഡ് മത്സരം കനത്ത മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്ന് USA സൂപ്പർ 8-ൽ പ്രവേശിച്ചു. മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനും അയർലൻഡും സൂപ്പർ 8-ൽ നിന്ന് പുറത്തായി. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഗ്രൂപ്പ് എയിൽ ഹംഗറി സ്വിറ്റ്സർലൻഡിനെയും ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ ക്രൊയേഷ്യയും നേരിടും. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ 1-നെതിരെ 5 ഗോളിന് ജർമ്മനി സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി. യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വിജയമാണ് ഇത്. ആകെ 24 രാജ്യങ്ങൾ മത്സരിക്കുന്ന യൂറോ കപ്പിൽ ടീമുകളെ 6 ഗ്രൂപ്പുകളായാണ് തിരിച്ചിട്ടുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുപ്രീം കോടതി മേൽനോട്ട സമിതിയുടെ സന്ദർശനം പൂർത്തിയായി. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന കേരളം ആവശ്യപ്പെട്ടു. 2011-ലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി വിദഗ്ധ പരിശോധന നടത്തിയത്. 5 വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് 2018-ൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും തമിഴ്നാടിന്റെ എതിർപ്പ് മൂലമാണ് ഇതുവരെ പരിശോധന നടക്കാതിരുന്നത്. മേൽനോട്ട സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് ലഭ്യമാണ്. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി ഇന്ന് നാളെയുമായി ഓച്ചിറ പടനിലത്ത് നടക്കും. ഘോഷയാത്രയായി പരബ്രഹ്മഭൂമിയിൽ എത്തുന്ന യോദ്ധാക്കൾ ഉച്ചയ്ക്ക് കരക്കളിയും അതിനുശേഷം 8 കണ്ടത്തിൽ പോരാട്ടവും നടക്കും. ഇത്തവണ 549 കളി സംഘങ്ങളും 4 കളരി സംഘങ്ങളും ഓച്ചിറക്കളിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ആഗോള സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റ് അപകടത്തിൽ പരിക്കേറ്റവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈറ്റ് ഭരണകൂടവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകും. ഇന്ന് വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനം. മുതിർന്ന പൌരന്മാരുടെ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ആർ ബിന്ദു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ അവസാന ഗ്രൂപ്പ് തല മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.